ഹായ്, എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് കേരളയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മലയാളികളുടെ ഇഷ്ട ഭക്ഷണമായ കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി അരിപ്പൊടി 2 കപ്പ്, തേങ്ങ 1 കപ്പ്, ശർക്കര 3/4 കപ്പ്, ഉപ്പ് 1/2 ടീസ്പൂൺ, നെയ്യ് 1 ടേബിൾ സ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ, വെള്ളം 2.5 കപ്പ്. വറുത്ത അരിപ്പൊടിയിലേക്ക് ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചൂടുവെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒരുപാട് കൂടി പോകാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കണം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അടുത്തതായി നമുക്ക് ഫില്ല് ചെയ്യാനുള്ള മിക്സ് തയ്യാറാക്കാം. എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും കൈ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഉരുളകളാക്കി എടുക്കാം. ഏകദേശം ഈ ഒരു വലിപ്പം മതിയായിരിക്കും. ഫില്ലിംഗ് വെക്കാനായി തള്ളവിരൽ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് ഒരു കുഴി പോലെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാ ഭാഗവും ഒരേ കനത്തിലാകാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിനുള്ളിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ കൈ ഉപയോഗിച്ച് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മൂടിയെടുക്കാം. ഇനി അതിനുശേഷം നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് പ്രസ് ചെയ്യാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ ഫില്ലിങ് വെളിയിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ എല്ലാ ഉരുളകളും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കുഴക്കട്ടയെല്ലാം ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അതിനായി സ്റ്റീമറിലേക്ക് ഓരോ ഉരുളയും ശ്രദ്ധയോടെ എടുത്തു വെക്കാം. 15 മിനിറ്റ് നേരം ആവി കയറിയാൽ മതിയായിരിക്കും. അപ്പോഴേക്കും നമ്മളുടെ കുഴക്കട്ട റെഡിയായി വരും. അങ്ങനെ നമ്മുടെ കുഴക്കട്ട റെഡിയായിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. താങ്ക്സ് ഫോർ വാച്ചിങ്.